നെഹ്റുവിനും ഇന്ദിരയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ സിഖുകാരനായ ആദ്യത്തെ പ്രധാനമന്ത്രി, അധ്യാപകൻ, റിസർവ് ബാങ്ക് ഗവർണർ, ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, UGC ചെയർമാൻ, ധനകാര്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി എന്നിങ്ങനെ വ്യത്യസ്ത പദവികളിൽ ഇരുന്നയാൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമായി വിശേഷിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളുടെ ഉപജ്ഞാതാവ്, വിവരാവകാശ നിയമം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ, ആധാർ തുടങ്ങിയവയ്ക്ക് തുടക്കമിട്ട ഭരണാധികാരി ഡോക്ടർ മൻമോഹൻ സിംഗ്. അംബാസഡറും പ്രീമിയർ പത്നിനിയും മാരുതിയും മാത്രം ഓടിയിരുന്ന ഇന്ത്യൻ റോഡുകളിലേക്ക് വിദേശ കമ്പനികളുടെ കാറുകൾ വരാൻ കാരണമായത് PV നരസിംഹറാവു സർക്കാർ അവതരിപ്പിച്ച സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളായിരുന്നു. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം 1991 അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരിൽ സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെയാണ് നരസിംഹറാവു ധനകാര്യമന്ത്രിയായി നിയോഗിച്ചത്. അക്കാലം വരെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ശൈലിയിൽ രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിപണി നിയന്ത്രിതമായ ഒന്നായി മാറി. അത് നടപ്പിലാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പദ്ധതിയായിരുന്നു. കാരണം ഇടതു പാർട്ടികളും പ്രതിപക്ഷ കക്ഷികളും അതിനെ ശക്തമായി എതിർത്തു. പല മേഖലകളിലും 100% വിദേശ നിക്ഷേപം അനുവദിച്ചത് സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും വിദേശ കമ്പനികൾ ഇന്ത്യയെ കൊള്ളയടിക്കുമെന്നും വാദങ്ങൾ ഉയർന്നു. ലൈസൻസ് രാജ് അവസാനിപ്പിച്ചതും ഇറക്കുമതി ചുങ്കം കുറച്ചതും വിദേശ കമ്പനികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്നും പ്രതിഷേധിച്ചവർ പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് കാരണമായത് ഈ സാമ്പത്തിക ഉദാര നയങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനായ ധനമന്ത്രി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുന്ന ഘട്ടത്തിലായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനമന്ത്രിയായി അധികാരത്തിലേൽക്കുന്നത്. അതിനു മുൻപ് രാഷ്ട്രീയത്തിൽ പരിചയമില്ലാതിരുന്ന മൻമോഹനെ ധനമന്ത്രിയാക്കാൻ നരസിംഹറാവുവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. 1972 മുതൽ 76 വരെയുള്ള കാലയളവിൽ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായും 76 മുതൽ ധനകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട് മൻമോഹന്. പിന്നീട് റിസർവ് ബാങ്ക് ഗവർണറായും മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിരുന്നു. നെഹ്റുവിന്റെ ഇന്ത്യയിലെ കയറ്റുമതി പെർഫോമൻസിനെ കുറിച്ച് പഠിച്ചാണ് മൻമോഹൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയത്. അത്രയേറെ അറിവും വിഷനുമുള്ള ആളെന്ന നിലയിലായിരുന്നു നരസിംഹറാവു അദ്ദേഹത്തെ ധനമന്ത്രിയാക്കിയത്. ആദ്യഘട്ടത്തിൽ വലിയ വിമർശനം നേരിട്ടെങ്കിലും മൻമോഹന്റെ നയങ്ങൾ പിന്നീട് അംഗീകരിക്കപ്പെട്ടു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം 2004 UPA അധികാരത്തിലെത്തുമ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും എതിർപ്പുകൾ ഉയർന്നു. പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച സോണിയാഗാന്ധി തന്നെയാണ് മൻമോഹന്റെ പേര് പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിക്കുന്നത്. ഇടതു പാർട്ടികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഒന്നാം UPA സർക്കാരിൽ മൻമോഹൻ പ്രധാനമന്ത്രിയാകുന്നു. ആണവ കരാർ വിഷയത്തിൽ CPM അടക്കമുള്ള പാർട്ടികളുടെ വിയോജിപ്പിൽ സർക്കാർ ആടിയുലഞ്ഞെങ്കിലും അധികാരം നിലനിർത്താൻ മൻമോഹന് കഴിഞ്ഞു. 2009 മൻമോഹൻ തിരിച്ചു വന്നത് ശക്തനായിട്ടാണ്. പക്ഷേ അഴിമതി ആരോപണങ്ങൾ നിരന്തരമുണ്ടായി. മൻമോഹന്റെ കൈകളിൽ അഴിമതിക്കറ പുരണ്ടില്ലെങ്കിലും മന്ത്രിസഭയിൽ പലരും ആരോപണങ്ങളിൽപ്പെട്ടു. 2G സ്പെക്ട്രം അഴിമതിയും കൽക്കരിപ്പാടം അഴിമതിയും സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടമാക്കി. ഒടുവിൽ അഴിമതിക്കെതിരെ എന്ന പേരിൽ ലോക്പാൽ നിയമം ആവശ്യപ്പെട്ട് അന്നാ ഹസാരെ നടത്തിയ സമരവും അന്നാ ഹസാരെയുടെ അറസ്റ്റും 2014 UPAയെ അപ്രസക്തമാക്കി. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളെ വളരെ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് വിമർശിക്കുന്ന മൻമോഹനെയാണ് പിന്നീട് കണ്ടത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നെങ്കിലും മൻമോഹൻ പല കാര്യങ്ങളിലും സജീവമായിരുന്നു. ഓർഗനൈസ്ഡ് ലൂട്ട്, ലീഗലൈസ്ഡ് പ്ലണ്ടർ, സംഘടിതവും നിയമപരവുമായ കൊള്ളയെന്നാണ് നോട്ട് നിരോധനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ചെറുകിട ബിസിനസ്സുകളെ അത് തകർക്കുമെന്ന് മനസ്സിലാക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന്